ചില കാറുകൾ എത്തുന്നത് വലിയ വാഗ്ദാനങ്ങളുമായാണ്. മുമ്പോട്ട് പോകുന്തോറും അവയെ പൂർത്തീകരിക്കുക മാത്രമല്ല, കൂടുതൽ പ്രതീക്ഷിക്കാൻ നമ്മളെ അവർ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് നിസാൻ കിക്സിൻ്റെ കഥ ഇതുവരെ. നിസാൻ കിക്സ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഭാരിച്ച റെസ്പോൺസിബിലിറ്റിയുമായിട്ടാണ് വന്നു ചേരുന്നത്. അന്ന് നിസാൻ്റെ കഷ്കായ്, ജൂക്ക്, പിന്നെ വളരെ പോപ്പുലറായിരുന്ന നിസാൻ ടീഡ ഇതെല്ലാം വിടവാങ്ങുന്ന സമയമാണ്. ഇവയ്ക്കെല്ലാം പകരക്കാരനായാണ് നിസാൻ കിക്സ് അവതരിക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നിസാൻ്റെ എൻട്രി ലെവൽ കോമ്പാക്ട് SUV എന്ന നിലയിൽ വളരെ പോപ്പുലറായി. ഇന്ന് 7 വർഷങ്ങൾക്ക് ശേഷം ഇതിൻ്റെ 2ാം തലമുറ എത്തുമ്പോൾ അതൊരു തികച്ചും വ്യത്യസ്തമായ കാറ് തന്നെയാണ്. പുതിയ നിസാൻ കിക്സിന് ഒരു കൂൾ കണ്ടംപററി ലുക്കാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീതിയുള്ള ഗ്രിൽ, അറ്റം മുതൽ അറ്റം വരെ, പ്രത്യേകിച്ചും ആ ഗ്ലോസി ബ്ലാക്ക് ഒക്കെ ആയിട്ട്. ഇത് കാറിനൊരു വലിപ്പം കൂടുതൽ തോന്നിപ്പിക്കുക മാത്രമല്ല, കുറേ കൂടെ ഒരു മസ്കുലർ ഫീൽ കൊടുക്കുന്നുണ്ട്. എസ്പെഷ്യലി ഈ സൈഡിൽ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് നിൽക്കുന്ന ഈ ഒരു കരുത്തുറ്റ ഡിസൈൻ. അതുപോലെ തന്നെ അതിന് ചേരുന്ന രീതിയിലാണ് വീൽസ്. ഈ കോമ്പാക്ട് SUV എത്തുന്നത് 19 ഇഞ്ച് അലോയ് വീൽസുമായാണ്. മുമ്പ് ഇത് 17 ഇഞ്ചായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ഡിസൈൻ നോക്കിയാൽ ഇപ്പോഴത്തെ കണ്ടംപററി ഇലക്ട്രിക് കാർസിനെയൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഡിസൈനാണ്. വളരെ സ്ട്രൈക്കിംഗ് ആയ ഡിസൈൻ ശൈലിയാണ്. ഓർമ്മയുണ്ടെങ്കിൽ നിസാൻ്റെ ഗ്രില്ലുകളിലെല്ലാം ഒരു ക്രോം വി തെളിഞ്ഞു നിൽക്കുമായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. പക്ഷേ ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കിയാൽ വി അവിടെ തന്നെയുണ്ട്, ഈ ഒരു ഗ്ലോസി പ്ലാസ്റ്റിക്കിൽ സബ്ഡ്യൂഡായിട്ട്. മാത്രമല്ല വിക്ക് വീതി ഏറിയിരിക്കുന്നു. പിന്നെ ഈ ഗ്രില്ലിൻ്റെ ഭാഗമായി തന്നെ ചേർന്ന് നിൽക്കുന്ന ലൈറ്റ്സ്, ഈ അടുക്കി വെച്ചിരിക്കുന്ന LED ക്ലസ്റ്ററും നിരത്തി വെച്ചിരിക്കുന്ന ഐസ് ക്യൂബ് ഹെഡ്ലാമ്പ്സും ഒക്കെ ചേർത്ത് നല്ല രസമുണ്ട്. പുറകിലാണെങ്കിലും ഡിസൈനിൻ്റെ കൂൾനെസ്സും മസ്കുലാരിറ്റിയും കൂടിയുള്ള മിക്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ഷാർക്ക് ഫിൻ ആൻറ്റിന, അതുപോലെ ലിപ് സ്പോയിലർ, പിന്നെ ഇവിടെയൊക്കെ നല്ല മസ്കുലറാണ്. ലൈറ്റ്സിൻ്റെ കാര്യമാണെങ്കിൽ അറ്റം മുതൽ അറ്റം വരെ ആ കൂൾ ആൻഡ് സ്റ്റൈലിഷ് ലൈറ്റ്സ്. ഇതിൻ്റെ ഡിസൈനെക്കുറിച്ച് നിസാൻ പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ഉൾക്കാഴ്ചയുണ്ട്. അതായത് ഇതിൻ്റെ പ്രേരണ എത്തുന്നത് അത്ലറ്റിക് സ്നീക്കർ സോൾസിൽ നിന്നാണത്രേ. അത് ഈ ലോവർ ബമ്പേഴ്സിലും അതുപോലെ സൈഡ് സ്കേർട്സിലുമുള്ള പാറ്റേണും അതിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റൈലിങ്ങും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. യെസ്, പുതിയ നിസാൻ കിക്സ് ഒരാളുടെ ഫാഷൻ സെൻസിൻ്റെ ആവിഷ്കാരമാണ്. 15 കളേഴ്സ് ഉണ്ട്. അവയിൽ 6 ഡ്യുവൽ ടോൺ. ഇതൊക്കെ കണ്ടോ, നല്ല അടിപൊളി കളേഴ്സ് അല്ലേ. നിസാൻ കിക്സ് വളർന്നിരിക്കുന്നു. 4 സെൻറ്റിമീറ്റർ വീതിയും 5.5 സെൻറ്റിമീറ്റർ നീളവും കൂടുതലുണ്ട്. 4.3 മീറ്റേഴ്സിന് മേൽ നീളമുള്ള ഈ SUVക്ക് വീൽ ബേസ് ഇപ്പോൾ 2.7 മീറ്റേഴ്സാണ്. അത് തന്നെയാണ് നിസാൻ കിക്സിൻ്റെ സ്പേഷ്യസ്നെസ്സിൻ്റെ സീക്രട്ടും. കോമ്പാക്റ്റ് എന്ന വാക്ക് ഇതിനുള്ളിലെ സ്പേസിനെ നിർവചിക്കുന്നേ ഇല്ല. ഉദാഹരണത്തിന് ഈ ബൂട്ട് സ്പേസ്, 470 ലിറ്റർ ബൂട്ട് സ്പേസ് ഉണ്ട്. പിന്നെ പതിവിലും വീതിയുള്ളത് കൊണ്ട് ലോഡിങ് വളരെ എളുപ്പമാണ്. കുറേ കൂടെ സ്പേസ് വേണമെങ്കിൽ ഈ ഫോൾസ് ഫ്ലോറിങ്ങിൻ്റെ താഴെ ഒരു സീക്രട്ട് സ്റ്റോറേജ് ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പിനെ എവിടെ വയ്ക്കുമെന്ന് ചോദിച്ചാൽ അതിന് താഴെ പിന്നെയും സ്ഥലമുണ്ട്. ഉള്ളിൽ സ്പേസ് ഉണ്ടെന്ന് മാത്രമല്ല, ഫ്രണ്ടിലും ബാക്കിലും ഷോൾഡർ സ്പേസും നീ സ്പേസും രണ്ടും ക്ലാസ് ലീഡിംഗ് ആണ്. ഈ ഒരു പാനറമിക് സൺറൂഫ് കണ്ടോ, ഇതിനുള്ളിലെ തുറസ്സായ ഒരു ഓപ്പൺ ഫീലിങ്ങിനെ അത് കൂട്ടുന്നുണ്ടെന്ന് മാത്രമല്ല പൊളി വൈബാണ്. സീറ്റ്സ് സിന്തറ്റിക് ലെതറാണ്. പക്ഷേ വിശേഷം അതല്ല, നിസാൻ്റെ ട്രേഡ് മാർക്ക് 0 ഗ്രാവിറ്റി സീറ്റ്സ് ഉണ്ട്. ഡിസൈൻഡ് ആൻഡ് ടെസ്റ്റഡ് ഫോർ കംഫർട്ട്. അതാദ്യമായിട്ടാണ് നിസാൻ അവരുടെ കോമ്പാക്ട് SUVയിൽ കൊണ്ടുവരുന്നത്. പിന്നെ ഇതിലെ ഡാഷ്ബോർഡിലും ഡോർ സൈഡിലും ഒക്കെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. ഗ്ലോസി പ്ലാസ്റ്റിക്, ലെതററ്റ്. പക്ഷേ ഏറ്റവും രസകരം ഈ ഫാബ്രിക്കിൻ്റെ യൂസാണ്. വളരെ ക്ലെവർ യൂസാണ്, എലഗൻറ്റ് ഡിസൈനാണ്, ട്രെൻഡിയാണ്. ഈ നിസാൻ കിക്സിൻ്റെ ക്യാബിനിൽ സ്റ്റോറേജ് സ്പേസ് ധാരാളം. അത് ഡോർ സൈഡ് സ്റ്റോറേജ് ആയാലും പുറകിൽ സീറ്റ് ബാക്ക് പൗച്ചസ് ആയാലും ഈ ഒരു കൺസോളിലുള്ള കപ്പ് ഹോൾഡേഴ്സ് അഥവാ ബോട്ടിൽ ഹോൾഡേഴ്സ് ആയാലും, പിന്നെ ഇത് നല്ല വീതിയുള്ളൊരു സ്പേസ് ആയതുകൊണ്ട് മറ്റെന്തെങ്കിലും സാധനങ്ങളും വയ്ക്കാം. പിന്നെ ഈ കംഫർട്ടബിൾ ആംറെസ്റ്റിൻ്റെ അടിയിലുള്ള സ്റ്റോറേജ് സ്പേസ് സേവ് ചെയ്യുന്ന ഡിസൈൻ ഈ വയർലെസ് ചാർജറിൻ്റെയാണ്. സ്ലൈഡ് ഇൻ ആൻഡ് ഡിസപ്പിയർ. പുതിയ നിസാൻ കിക്സിൻ്റെ പരിണാമത്തിൽ ടെക്നോളജി ഒരു വലിയ പങ്ക് വഹിക്കുന്നു. ഈ ഒരു സ്ക്രീൻസ് കണ്ടോ, ഇത് ആക്ച്വലി 2 സ്ക്രീൻസാണ്, ഓരോന്നും 12.3 ഇഞ്ചാണ്. പിന്നെ നല്ല കളേഴ്സും ഗ്രാഫിക്സും ഒക്കെയാണ്. അതുപോലെ തന്നെ വേണ്ട ഇൻഫർമേഷൻ എല്ലാം ഇതിലുണ്ട്. അതുകൊണ്ടാണ് നിസാൻ ഇതിനെ കോക്പിറ്റ് എന്ന് വിളിക്കുന്നത്. കൊള്ളാം. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടുള്ളതുകൊണ്ട് മൊബൈൽ സ്ക്രീൻസ് ഷെയർ ചെയ്യാം. പിന്നെ വയർലെസ് ചാർജറുണ്ട്, 4 USB പോർട്സും ഉണ്ട്. ഇനി രസകരമായൊരു സംഗതി, എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഒരു 10 സ്പീക്കർ ബോസ് സിസ്റ്റം ഉണ്ടെന്ന് മാത്രമല്ല, അത് ശരിക്കൊരു സറൗണ്ട് ഫീല് നൽകുന്നുണ്ട്.
ദാ ഈ ഹെഡ് റെസ്റ്റ് സ്പീക്കേഴ്സ് ഉണ്ടോ, ഇതിലൊക്കെ ശരിക്കും ചില സൗണ്ട്സ് അവിടുന്നും ഇവിടുന്നും ഒക്കെ വരുന്ന പോലെ തോന്നും. ഒരു പ്രോപ്പർ ഇമ്മേഴ്സീവ് ഓഡിയോ എക്സ്പീരിയൻസ്. ഈ കോമ്പാക്ട് എസ് യു വിയിലെ ഡ്രൈവർ അസിസ്റ്റൻസ് ടെക്നോളജി അഡ്വാൻസ്ഡ് ലെവലാണ്. അതിനൊരു വലിയ കാരണം ദാ ഈ സ്റ്റിയറിങ്ങിലുള്ള ബ്ലൂ ബട്ടണാണ്. ഇത് നിസാൻ പ്രോ പൈലറ്റ് എന്ന് വിളിക്കുന്ന ഒരു ടെക്നോളജീസിൻ്റെ ബണ്ടിലാണ്. അതായത് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് വിത്ത് പെഡസ്ട്രിയൻ ഡിറ്റക്ഷൻ, ബ്ലൈൻഡ് സ്പോട്ട് ഇൻ്റർവെൻഷൻ, റിയർ ക്രോസ് ട്രാഫിക് അലേർട്ട് എന്ന് വേണ്ട ഡ്രൈവറിന് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ട ഫീച്ചേഴ്സൊക്കെ. ഇത്രയും നാൾ നിസാൻ്റെ ഹയർ മോഡൽസിൽ മാത്രം കണ്ടുവന്നിരുന്ന പ്രോ പൈലറ്റ് ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇവരുടെ കോമ്പാക്ട് എസ് യു വിയിൽ. ഇതിലെനിക്ക് വളരെ തോട്ട്ഫുള്ളായിട്ട് തോന്നിയൊരു ഫീച്ചർ ഇതിലെ മൾട്ടി വ്യൂ ക്യാമറ ആണ്. അത് റിവേഴ്സിൽ ഇടുമ്പോൾ തെളിഞ്ഞു വരുമെന്ന് മാത്രമല്ല, നമ്മൾ പാർക്കിങ്ങിലൊക്കെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴും ഒബ്സ്റ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ആവും ഓട്ടോമാറ്റിക്കായിട്ട്. മാത്രമല്ല ഇത് എപ്പോഴും വെളിപ്പുറത്താണ്. നിസാൻ കിക്സിൻ്റെ റേഞ്ചിലുടനീളം സേഫ്റ്റിക്ക് അടിവരയിടുന്നു. ഫ്രണ്ട്, സൈഡ് ആൻഡ് കർട്ടൻ എയർ ബാഗ്സ് ഓരോ ട്രിമ്മിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ലെറ്റ്സ് ഗോ ഫോർ എ ഡ്രൈവ്. ബിഗർ കിക്സ് ഹാസ് എ ബിഗർ ഹാർട്ട്. ഇപ്പോൾ കിക്സിനെ ചലിപ്പിക്കുന്നത് പഴയ 1.6 ലിറ്റർ എഞ്ചിനല്ല, ഒരു പുതിയ 2 ലിറ്റർ ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ്. 142 ഹോഴ്സ് പവറും 190 ന്യൂട്ടൺ മീറ്റർ ടോർക്കും. ട്രാൻസ്മിഷൻ ആണെങ്കിൽ നിസാൻ്റെ ഏറ്റവും പുതിയ എക്സ്ട്രോണിക് CVT ട്രാൻസ്മിഷൻ. അതുകൊണ്ട് പവർ ഡെലിവറി വളരെ സ്മൂത്താണ്. ഇൻഫാക്ട് വളരെ ക്വിക്കാണ്, സ്മൂത്താണ്, കൺസിസ്റ്റൻ്റ് ആണ്. ഹൈവേക്കും അതെ, സിറ്റി ഡ്രൈവ്സിനും അതെ, ഓൾ ഗുഡ്. ഡ്രൈവിംഗ് മോഡ്സ് 3 ഈക്കോ, സ്റ്റാൻഡേർഡ്, സ്പോർട്ട്. പൊതുവേ ഇതിൻ്റെ ഡ്രൈവിംഗ് ആൻഡ് സ്റ്റിയറിംഗ് ക്യാരക്ടർ കുറച്ച് ഈസി ഗോയിങ് ആണ്. പക്ഷേ സ്പോർട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കുറച്ചുകൂടെ ടൈറ്റ് ആവും. അതുപോലെ തന്നെ ആക്സിലറേഷൻ റെസ്പോൺസ് ബെറ്റർ ആവും. ഡ്രൈവിൽ ഒരു കാര്യം മനസ്സിലായി, സീറ്റിൻ്റെ മാത്രം കംഫർട്ടല്ല, സാധാരണ കോമ്പാക്ട് എസ് യു വികളേക്കാൾ കുറച്ചുകൂടെ ക്വയറ്റാണ് നിസാൻ കിക്സ്. ആ നല്ല ഒന്നാം തരം മ്യൂസിക് സിസ്റ്റം കേൾക്കണ്ടേ? ബിഗർ കാർ, ബിഗർ എൻജിൻ, ബിഗർ ഔട്ട്പുട്ട്, പക്ഷേ ഫ്യൂൽ ഇക്കോണമി ബിഗർ ആയിട്ടില്ല. അതായത് മുമ്പ് ഉണ്ടായിരുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഫ്യൂൽ ഇക്കോണമിയാണ് നിസാൻ പറയുന്നത്. ഗോയിങ് ബൈ ദ സൈഡ് സ്റ്റിക്കർ 17.8 കിലോമീറ്റർ പെർ ലിറ്റർ. നിസാൻ കിക്സിൻ്റെ ഗിയർ കൺസോളിലെ യുണീക്ക് ആയിട്ടുള്ളൊരു കാര്യം പറയാം. നമുക്ക് സാധാരണ ഗിയർ പൊസിഷൻസ് PRND, പിന്നെ ചില കാറുകളിൽ L വരും, ലോവർ ഗിയർ. പക്ഷേ ഇതിൽ എല്ലിൻ്റെ സ്ഥാനത്ത് B എന്നൊരു സംഗതിയാണ്. അതെന്താണെന്ന് ആലോചിച്ചപ്പോൾ നമ്മൾ സാധാരണ ലോവർ ഗിയർ യൂസ് ചെയ്യുന്നത് ഡൗൺ ഹിൽ വരുമ്പോഴും അതുപോലെ ഫാസ്റ്റ് കോർണേഴ്സ് എടുക്കുമ്പോഴും മറ്റും ഒരു എൻജിൻ ബ്രേക്കിംഗ് കിട്ടാൻ വേണ്ടിയാണ്. അത് തന്നെ എല്ലിന് പകരം B ആണെന്നേ ഉള്ളൂ. B എന്താണെന്ന് ആലോചിച്ചാൽ പിടി കിട്ടും. ബ്രേക്കിംഗ്, എൻജിൻ ബ്രേക്കിംഗ്. എല്ലാം കൊണ്ടും ബിഗർ ആൻഡ് ബെറ്ററായ നിസാൻ കിക്സ് ലഭ്യമാകുന്നത് 4 ട്രിംസിലാണ്. വില എത്രയാണ്? അബുദാബി, അലൈൻ, അൽ ദഫ്ര റീജൻസിലെ അൽ മസഊദ് ഓട്ടോമൊബൈൽ ഷോറൂംസിൽ നിസാൻ കിക്സിൻ്റെ വില ആരംഭിക്കുന്നത് പ്രതിമാസം 1299 ദിർഹംസിലാണ്. സ്റ്റൈൽ, കംഫർട്ട്, ടെക്നോളജി, പവർ, ഫ്യൂവൽ ഇക്കോണമി ഇതെല്ലാം ചേർത്ത് നൽകുന്ന ഒരു പക്ക അർബൻ ക്രോസ് ഓവറാണ് നിസാൻ കിക്സ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ സിറ്റി കാറിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം പിന്നെ ഒരല്പം കൂടെ.